ഹലോ ഫ്രണ്ട്സ്, ഇന്ന് 10 ദിവസമാവാണ് നമ്മൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയട്ടെ, ഈ 9 ദിവസത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ഗോ ബാക്ക് ടു ദ വീഡിയോസ്. നിങ്ങൾ വാച്ച് ചെയ്തിട്ടുള്ള പഠിച്ചിട്ടുള്ള സെൻറ്റൻസസ് ഒന്ന് ഓർത്ത് നോക്കൂ കേട്ടോ. കിട്ടുന്നില്ലെങ്കിൽ ഒന്നും കൂടെ വീഡിയോസ് ഒന്ന് കാണുക. കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അവിടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഓർമ്മ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, സോ വി മൂവ് ഓൺ ടു ദ 10th ഡേ ഓഫ് ദ സെക്ഷൻ. ഞങ്ങൾ കളിച്ചു. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വി പ്ലേഡ്. ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചു. വി പ്ലേഡ് ക്രിക്കറ്റ്. ഞങ്ങൾ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചു. വി പ്ലേഡ് ക്രിക്കറ്റ് ഓൺ ദ ഗ്രൗണ്ട്. ഇവിടെ നമുക്ക് എടുത്ത് പഠിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഓൺ ദ ഗ്രൗണ്ട്. ആ ഒരു ഭാഗം പഠിക്കണം. ഞങ്ങൾ രാവിലെ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചു. വി പ്ലേഡ് ക്രിക്കറ്റ് ഓൺ ദ ഗ്രൗണ്ട് ദിസ് മോർണിംഗ്. കുട്ടികളുടെ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് ഇനി കുട്ടികൾ കുറച്ച് നാൾ വീടുകളിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരെന്തായാലും നിങ്ങളോട് പറയുന്ന ഒരു സെൻറ്റൻസ് ആയിരിക്കും, പറയാൻ സാധ്യതയുള്ള ഒരു സെൻറ്റൻസ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ കളിച്ചു ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അവരോട് പറയാം, എടാ ഇംഗ്ലീഷിൽ അതൊന്ന് പറഞ്ഞേ. വി പ്ലേഡ് ക്രിക്കറ്റ് ഓൺ ദ ഗ്രൗണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തന്നെ ക്രിക്കറ്റ് എന്നുള്ള ഭാഗം മാറ്റിയിട്ട് അവർ വേറെന്ത് കളിയാണ് കളിക്കാൻ പോയിരിക്കുന്നത്, ഫുട്ബോളോ അങ്ങനെ ചെസ്സോ, അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു ഭാഗം മാറ്റിയിട്ട് നിങ്ങളത് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുട്ടികളെ കൂടി പഠിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരോട് പറയേണ്ട ആവശ്യമില്ല, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. Okay, so we'll meet you with the next video. By then, take care and goodbye.